ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മൽ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സുധിയെ കുമാരപുരത്ത് പലയിടങ്ങളിൽ അന്വേഷിച്ചിട്ടും കണ്ടെത്താത്തതുകൊണ്ട് തന്നെ തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന സച്ചി, രേവതി, സുധിയും എല്ലാം തന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ആകെ സങ്കടത്തിലാണ് കേട്ടോ സുധി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. ഹാളിലേക്ക് ചെല്ലുന്ന സമയത്ത് ചന്ദ്രയെ കാണുമ്പോഴത്തേക്കും അമ്മ എന്ന് വിളിച്ചുകൊണ്ട് സങ്കടത്തോട് തന്നെ സുധി ചെല്ലുകയാണ്. ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, മോനെ സുധി, അമ്മ ഒരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും അമ്മയൊന്നും പറയേണ്ട മതി, ഇവൻ കാരണമാണ് സുധി വീട് വിട്ടുപോയത്, ഇവനാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയോട് ദേഷ്യപ്പെടുകയാണ്. ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഇനി എന്നെ പറയടാ, എൻ്റെ ഒരു ഓട്ടം ക്യാൻസൽ ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കാനേ കൊള്ളില്ല, ആ ഓട്ടം പോയി പൈസ എനിക്ക് താടാ എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ നിങ്ങളൊന്നും മിണ്ടായിരിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും എന്തിനും മിണ്ടായിരിക്കുന്നു രേവതി, ഇവൻ എന്നെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുക, ഇവൻ്റെ ഭാര്യ ഇവനെ വിട്ടു പോയത് ഇവൻ ജോലിക്കൊന്നും പോവാതെ പാർക്കിൽ കറങ്ങി നടന്നുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഉറക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മതി ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സുധി അങ്ങോട്ടേക്ക് വരുന്നത്. സുധിയെ കാണുന്ന സമയത്ത് നമ്മുടെ സച്ചിയും രേവതി സുധിയും ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. ശ്രുതിയെ കാണുമ്പോൾ തന്നെ ശ്രുതിയാണെങ്കിലോ സന്തോഷത്തോടുകൂടി തന്നെ ശ്രുതിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ശ്രുതി ഞാൻ ആകെ പേടിച്ചു പോയി, നീ എവിടെ പോയത് എന്നോട് പറയാതെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാനിവിടെ പോവാനാ, എനിക്ക് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ശ്രുതി എന്നോട് കള്ളം പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഈ വീട് വിട്ടു പോയത് എന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്ക് സച്ചി പറയുകയാണ്, ഇപ്പം മനസ്സിലായല്ലോ, ഞാൻ കാരണമല്ല ഇവന്റെ ഭാര്യ പോയെന്ന് ഇപ്പം മനസ്സിലായില്ലേ, ഇവന്റെ കയ്യിലിരിപ്പ് കാരണമാണ് ഇവന്റെ ഭാര്യ ഇവൻ ഇട്ടേച്ച് പോയത് എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്ക് വേഗം തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, സച്ചി നിർത്ത്, ഞങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യം നിനക്കെന്താ, ശ്രുതിക്ക് ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല, കിട്ടാത്ത സാധനമൊന്നുമല്ലല്ലോ ജോലി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതി പറയുകയാണ്, നീ എന്തിനാ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നത്, നീ ഈ വീട് വിട്ട് പോകാനുള്ള കാരണം നിന്റെ ഹസ്ബൻഡ് തന്നെയല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ സച്ചിയേട്ടനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ, പ്രശ്നം ഗുരുതരമാക്കാനുള്ള ശ്രമത്തിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവിടെ ശ്രീകാന്ത് വർഷയും ഉണ്ടാവും കേട്ടോ. ശ്രുതി പറയുന്നത് ശരിയാണെന്നും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂവിൽ മറ്റുള്ളവർ കൈകടത്തേണ്ട കാര്യം എന്താണ് എന്ന രീതിക്കൊക്കെ വർഷ സംസാരിക്കുമ്പോഴത്തേക്കും വർഷയോട് മിണ്ടാതിരിക്കാൻ പറയാനായിട്ട് സച്ചി ശ്രീകാന്തിനോട് പറയുന്നുണ്ട്. ഈ സമയത്ത് ശ്രീകാന്ത് പറയുകയാണ്, അവളെന്തിനായിട്ട് മിണ്ടാതിരിക്കണം, അവളെ ഈ കുടുംബത്തിലെ അംഗം തന്നെയാണ്, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പം നിങ്ങൾ തമ്മിൽ ഒറ്റക്കെട്ടായല്ലേ എന്ന് സച്ചി ചോദിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, അങ്കിൽ ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ആൻറ്റിക്കോ അങ്കിളിനെ ഞങ്ങളോട് ചോദിക്കാം, അതൊഴികെ ഈ വീട്ടിൽ ആർക്കും തന്നെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, ഇനി ഇതേ രീതിയിൽ സച്ചി സംസാരിക്കുകയാണ് ഞാൻ ശ്രുതിയും കൂട്ടിക്കൊണ്ട് ഈ വീട് വിട്ട് പോകും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര ഒന്ന് ഞെട്ടുകയാണ്. ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട്, ആര് പോയാലും ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ദേവി പറയുന്നുണ്ട്, സച്ചി നീ മിണ്ടാതിരിക്കുക, നിന്റെ ഈ ദേഷ്യം തന്നെയാണ് എല്ലാത്തിനും കാരണം, നീ ചിലപ്പോൾ നല്ല കാര്യമായിരിക്കും പറയുന്നത്, പക്ഷെ അത് ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അപ്പം നീ മിണ്ടായിരിക്കുന്നതല്ലേ നല്ലത്, നീ ഇനി വേറെ ഒരാളുടെയും കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, ശരി ഞാൻ ഇടപെടുന്നില്ല, പൗഡർ ഏടത്തിയുടെ ഭർത്താവിൻ്റെ കാര്യത്തിലല്ലേ ഇടപെടാതിരിക്കാൻ പറ്റുള്ളൂ, എനിക്ക് എൻ്റെ ഏട്ടൻ്റെ കാര്യത്തിൽ ഇടപെടാമല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, കണ്ടില്ലേ ദേവിയായിട്ട് ഇവൻ പറയുന്നത്, ഇവൻ കാരണമാണ് ഇവിടെ 90% പ്രശ്നം ഉണ്ടാകുന്നത്, ഇവൻ്റെ ഭാര്യയുമാണ് ഇവിടുത്തെ പ്രശ്നക്കാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രയോടായിട്ട് സച്ചി പറയുന്നുണ്ട്, ഇത് കൊള്ളാലോ, ഇവൻ സൂചി വെച്ച് കുത്തിയപ്പം നിങ്ങൾ തൂമ്പ് വെച്ച് കുത്തുവാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വീണ്ടും ദേവി പറയുന്നുണ്ട്, സച്ചി നിന്നോട് മിണ്ടായിരിക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞതിന് ശേഷം ശ്രുതിയോടായിട്ട് മര്യാദയ്ക്കൊരു ജോലി അന്വേഷിക്കുക, ഇനി മേലിൽ ഇങ്ങനെയുള്ള കളത്തരങ്ങളൊന്നും ചെയ്യരുതെന്ന് പറയുകയാണ്. അതിനുശേഷം ശ്രുതിയോടായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക, അല്ലാതെ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്, വീട്ടിലുള്ളവരുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക എന്നൊക്കെ ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ശരിയെങ്കിലെന്നും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. തൊട്ടുപുറകെ തന്നെ വർഷയും ശ്രീകാന്തും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് സച്ചി ചന്ദ്രയോടായിട്ട് പറയുന്നത്, നിങ്ങൾ കണ്ടോ, തെറ്റ് കണ്ടാലും ചൂണ്ടിക്കാണിക്കാതെ അവൻ എന്ത് പ്രശ്നം ചെയ്താലും അവൻ തലയിലെടുത്ത് വെച്ചുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് തന്നെ അവൻ തിരിച്ചടി തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് കാണിക്കുന്ന റൂമിൽ കട്ടിലിരിക്കുന്ന ശ്രുതിയുടെ അടുത്തേക്ക് ശ്രുതി ചെല്ലുകയാണ്. അതിനുശേഷം തറയിലിരുന്ന് ശ്രുതിയുടെ കാലിൽ കെട്ടിപ്പിടിച്ചിട്ട്, ശ്രുതി എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തൊരു വലിയ തെറ്റാണ് എന്ന രീതിക്കൊക്കെ സംസാരിക്കുകയാണ്. അപ്പം ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിയുടെ മനസ്സൊന്ന് അളുക്കാണ്. ആദ്യമൊക്കെ ശ്രുതിനോട് മിണ്ടാനും തൊടാനും ഒക്കെ ആയിട്ട് മടിച്ച് നിൽക്കുന്ന ശ്രുതി വേഗം തന്നെ ശ്രുതിയോടായിട്ട് പറയുന്ന, ശ്രുതി എഴുന്നേക്ക് ഈ കട്ടിലേക്ക് കയറിയിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ശ്രുതിയോട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, ശ്രുതി ആദ്യം കണ്ടപ്പോൾ തൊട്ടേ എനിക്ക് ശ്രുതിയോട് പ്രണയമായിരുന്നു, കല്യാണം കഴിച്ചതിന് ശേഷം ആ ഒരു പ്രണയം കൂടി വന്നിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ശ്രുതി ഒരു ചെറിയ തെറ്റ് ചെയ്താലും എനിക്കത് അംഗീകരിക്കാനാവില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണ്, ശ്രുതി എന്നോട് ക്ഷമിക്കുക, ജോലിയില്ല എന്നുള്ള കാര്യം ഞാൻ നിന്നോട് പറയാനായിരുന്നു, പക്ഷേ അങ്ങനെ പറഞ്ഞ് നിനക്ക് സങ്കടമായാലോ എന്ന് കരുതിയാൽ ഞാൻ പറയാതെന്ന്, ഞാൻ ജോലി അന്വേഷിക്കുന്നുണ്ടായിരുന്നു ശ്രുതി, പക്ഷേ ജോലി എനിക്ക് ആരും തരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി എന്തിനാ ടെൻഷൻ അടിക്കുന്നു, ശ്രുതിക്ക് ജോലിയില്ല എന്നുള്ള പേരിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല, പക്ഷേ ശ്രുതി എന്നോട് കള്ളം പറഞ്ഞു, അതെനിക്ക് സഹിക്കാനാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ്
മുകളിലത്തെ നിലയിലേക്ക് ചന്ദ്ര വരുന്നത്. അപ്പോൾ ഇവരുടെ സംസാരം കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ട് തന്നെ സങ്കടമാവുന്നുണ്ട്. പിന്നീട് ശ്രുതിയോടായിട്ട് പറയുകയാണ്, ശ്രുതി നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല, നീ പോയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ജീവൻ പോയതിന് തുല്യമായി പോയി. നിന്നോട് കള്ളം പറഞ്ഞ തെറ്റ് തന്നെയാണ്, പക്ഷെ ആ ഒരു കള്ളം എന്നോട് പറയാൻ പറഞ്ഞത് അമ്മയാണ് എന്ന് പറയുമ്പോഴത്തേക്കും പുറത്ത് നിന്ന് കേൾക്കുന്ന ചന്ദ്ര ഒരു ഞെട്ടലോട് കൂടി തന്നെ എടാ മഹാപാപി, അത് എൻ്റെ തലയിലേക്ക് കയറ്റി വെച്ചില്ലേ എന്നും പറഞ്ഞുകൊണ്ട് മോളെ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് റൂമിൽ തട്ടിയതിന് ശേഷം അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അകത്ത് ചെന്നതിന് ശേഷം ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, മോളെ ശ്രുതി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആന്റി പറഞ്ഞിട്ടാണല്ലേ ശ്രുതി എന്നോട് ജോലി ഇല്ലാത്ത കാര്യം പറയാതിരുന്നത് എന്ന് പറയാൻ കേട്ടോ. വേഗം തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, ഇപ്പം തന്നെ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ മോള് കണ്ടില്ലേ, എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ സച്ചി ഇവനെ കളിയാക്കും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും ഇവൻ ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കുമല്ലോ, അതിനുശേഷം പതിയെ പറഞ്ഞാൽ മതി എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ മോളെ ശ്രുതി ഇനി മേലിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ, ഞങ്ങൾ ആകെ ടെൻഷൻ അടിച്ച് പോയി എന്ന് പറയുമ്പോഴത്തേക്കും സോറി ആൻറ്റി, എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന്, ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ആവർത്തിക്കുകയില്ല എന്നൊക്കെ പറയാണ്. അതിനുശേഷം കാണിക്കുന്ന റൂമിലിരിക്കുന്ന സച്ചിയും രേവതിയാണ്. സച്ചി ആണെങ്കിൽ പറയുന്നുണ്ട്, പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയതേ അവൻ, പക്ഷെ കുറ്റക്കാരൻ ഞാൻ, ഇപ്പം ഞാൻ വില്ലൻ, അവൻ നായകൻ, അതെങ്ങനെ ശരിയാവും എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, നിങ്ങളിനി എന്തായാലും അവരുടെ കാര്യത്തിൽ ഇടപെടുമൊന്നും വേണ്ട. പിന്നെ സച്ചിയേട്ട പിണങ്ങിപ്പോയ ശ്രുതി എങ്ങനെ തിരിച്ചു വന്നത്, അവളെ നമ്മൾ കണ്ടിട്ടുമില്ല, അവളോട് ആരും സംസാരിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇത്ര വേഗം പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, അത് തന്നെയാണ് എൻ്റെ സംശയം. ഇപ്പം കണ്ടില്ലേ അവൾ എന്തുമാത്രം അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്ന്, ഇതിനിടയിൽ എന്തൊക്കെ കളി നടന്നിട്ടുണ്ട് എന്നൊക്കെ സച്ചി പറയാണ്. അതിനുശേഷം സച്ചി പറയും, ഇനിയിപ്പോൾ അതവിടെ കിടക്കട്ടെ, എന്തായാലും പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ എല്ലാവരും മുന്നിൽ വെച്ച് തുറന്നു പറയും, അതിനെനിക്ക് ആരെയും നോക്കേണ്ട കാര്യമില്ല, രേവതി നീ കടന്നുറങ്ങാൻ നോക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരും കടക്കാനൊരുങ്ങുകയാണ് കേട്ടോ. പിന്നീട് നേരം പുലർന്നതിന് ശേഷം നമ്മുടെ ശ്രുതി ജോലിക്ക് പോയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം പറയും, ശ്രുതി ഈ ഒരു ഷർട്ടാണ് ഇടുന്നത്, ഈ പാൻറ്റിന് മാച്ച് ചെയ്യുന്ന ഷർട്ട് ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അലമാരയിൽ നിന്നൊരു ഷർട്ട് എടുക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, വേണ്ട ശ്രുതി ഞാൻ ഈ ഷർട്ട് തന്നെ ഇട്ടോളാം എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി നിൽക്കാനല്ലേ പറഞ്ഞത്, ഈ ഷർട്ട് ഇട്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചു തന്നെ വേറൊരു ഷർട്ട് ശ്രുതിനെ കൊണ്ട് ഇടിക്കാനിട്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, രാവിലെ തന്നെ ശ്രുതിയുടെ മൂടി ഞാൻ കളഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതൊന്നും കുഴപ്പമില്ല, നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം ശ്രുതി വീണ്ടും പറയും, ശ്രുതി നിനക്ക് മനസ്സിലായില്ലേ, ജോലി ഇല്ലാതായി കഴിഞ്ഞാൽ ആർക്കും ഒരു വില ഉണ്ടാവില്ല, ഇങ്ങനെയല്ല നീ ഒരു ജോലി ഒപ്പിച്ചെടുക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ശ്രുതി, പഠിപ്പ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല, സമൂഹത്തിൽ നമുക്കൊരു വിലയും നിലയിൽ കിട്ടണമെങ്കിൽ ജോലി തന്നെ വേണം എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ, എനിക്ക് സന്തോഷമായി ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.